ചലച്ചിത്ര നടി ഹണി റോസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സിനിമാ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം നടത്തുന്ന ആൾ ഹണി റോസാണ്. കൈവിരലുകളിൽ എണ്ണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉദ്ഘാടനങ്ങൾ നടത്തുന്ന ഒരു ഹണി റോസാണ്. ഹണി റോസ് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് കൂടുതൽ പ്രൊമോട്ടഡ് ആകും എന്നൊരു തോന്നൽ തന്നെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനം. ഹണി റോസ് ഹൗ ആർ യു? അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഹണി റോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ചെന്ന് ചില ചേട്ടന്മാർ വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടു, അശ്ലീല കമൻറ്റുകൾ ഇട്ട്. ഏതാണ്ട് 27 പേർക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ച കേസുണ്ട്. അതുപോലെ IT ആക്ടിലെ റെലവൻ്റ് ആയിട്ടുള്ള വകുപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ ഞരമ്പ് രോഗികളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഈ ഹണി റോസിൻ്റെ FB പോസ്റ്റിന് താഴെ ഇട്ടത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ഹണി റോസിൻ്റെ FB പേജിൻ്റെ താഴെ പോസ്റ്റിൻ്റെ താഴെ ഈ പോസ്റ്റിട്ട ചേട്ടന്മാരൊക്കെ തന്നെ സിനിമാ പ്രേമികളാണോ അതോ ഈ സ്ഥിരം രോഗികളാണോ? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ പോസ്റ്റ് എന്താണോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഉദ്ഘാടനത്തിന് വിളിക്കുകയും അതിനുശേഷം പല ഓൺലൈൻ ചാനലുകളിലും ഒക്കെ കയറിയിരുന്ന ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി തന്നെ ഒരാൾ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് തൻ്റെ ഒരു ബുദ്ധിമുട്ട് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന് താഴെ വന്നാണ് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞുകൊണ്ട് അശ്ലീല കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ചില ആളുകൾ ഹണി റോസിനെ വീണ്ടും അപമാനിച്ചത്. അത് ആ കമൻറ്റുകൾ ഇപ്പോഴും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ കിടക്കുന്നുമുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഈ കമൻറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടുകളുടെ ID സഹിതം ഹണി റോസ് പരാതി നൽകിയത്. ആ പരാതിയിലാണ് 27 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അത് ചില്ലറ കേസുമല്ല. IT ആക്ടിന് പുറമെ സ്ത്രീത്വത്തെ അപമാനിക്കലുണ്ട്. ഒപ്പം ലൈംഗികാതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്ന വകുപ്പുകൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിലിൽ കിടക്കാനാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ അശ്ലീല കമൻറ്റിട്ടവരുടെ ഒരു രക്ഷപ്പെടൽ അത്ര എളുപ്പമായിരിക്കില്ല. അവർ ഈ വിഷയത്തിൽ അവർ പെടും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും പോലീസ് അതിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഇവരെ നേരിട്ട് പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. അത്രയ്ക്കും അസഭ്യമായ അശ്ലീല കമൻറ്റുകൾ തന്നെയാണ് SKN ആ പോസ്റ്റിനിടയിൽ വന്നത് എന്നുള്ളതാണ് എൻ്റെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി, ഹണി റോസിന് അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പോയി വൃത്തികെട്ട അശ്ലീല കമൻറ്റുകൾ ചെയ്ത ആൾക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊന്ന് പറയുന്നുണ്ടായിരുന്നു, സൈബർ തെമ്മാണികൾ എന്ന് വിളിച്ചു. ഈ കൂട്ടരെ, അതായത് ഇത്തരം പോസ്റ്റുകൾ ഇടുകയും ഇങ്ങനെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. ഇവർ തീർച്ചയായിട്ടും സൈബർ രംഗത്തെ തെമ്മാടിത്തരം കാണിക്കുന്ന, നെറിയേട് കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒരുപാട് ആളുകളുടെ കണ്ണീരിന് ഇവരൊക്കെ കാരണമാകുന്നുണ്ട്. വീട്ടിലിരുന്ന് ഈ യൂട്യൂബ് എടുത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള നെറികെട്ട കമൻറ്റുകൾ ഇവരിടുന്നു. ഇങ്ങനെയുള്ള ആളുകളെ സംസ്കാര ചിത്തരല്ല ഇവർ സാമൂഹ്യ ദ്രോഹികളാണ്. ഇവരെ കയ്യാമം വയ്ക്കുന്ന ഒരു കാലം സംജാതമായേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ അന്വേഷണ പരമ്പര ആരംഭിച്ചത്. ഈ അന്വേഷണ പരമ്പര സൈബറിൻ്റെ ബലിയാടുകൾ. ആ പരമ്പര പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സൈബർ ഇടങ്ങളിൽ പോയി ബലിയാടാക്കപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ അനുഭവക്കുറിപ്പുകൾ പറയുന്നുണ്ട്. ഈ സൈബർ ഇടങ്ങളിൽ പോയി 24-നെ അപമാനിച്ച ആളുകൾക്കെതിരെ നമ്മൾ ഏതാണ്ട് 6ഓളം കേസുകൾ ഇപ്പോൾ സൈബർ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ FIR ഇടുന്നുണ്ട്. മാത്രമല്ല 10-20ഓളം ആളുകൾ ശരിക്കും സ്വദേശത്തും വിദേശത്തുമായി ഖത്തറിലൊക്കെ തന്നെ 2 മലയാളികളെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഖത്തറിലൊക്കെ ജോലി തേടിപ്പോയി 50 ഡിഗ്രി ചൂടിൽ ജോലി തേടിപ്പോയ ചില ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് സുഖകരമായിട്ട് ഇരുന്നിട്ട് വൃത്തികെട്ട കമൻറ്റുകൾ ഇന്ത്യയിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇവരെയൊക്കെ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇവർക്കെതിരെ തന്നെ സൈബർ പോലീസിൽ കേസ് കൊടുക്കും, നിയമത്തിൻ്റെ വഴി പിടിച്ച് നടത്തും.